പ്രിയമുള്ളവരെ, പാരൻറ്റിംഗ് എന്ന മഹത്തായ കലയുടെ അടിത്തറ എന്തെന്നാൽ ഒരു കുട്ടി എന്താണെന്ന് അറിയുക എന്നതാണ്. നമ്മുടെ മക്കളെ ഒരു ചെടിയോട് നമുക്ക് ഉപമിക്കാം. എന്താണ് ഒരു മരം? മരം എന്നുള്ളത് ഒരു വിത്തും മണ്ണും ചേർന്നതാണ്. അതുപോലെ തന്നെ ഒരു കുട്ടി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ്. ഒന്ന് ഹെറിഡിറ്ററി, മറ്റൊന്ന് എൻവയൺമെൻറ്റ്. ഹെറിഡിറ്ററി എന്നാൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കിട്ടിയ 23 ജോഡി ക്രോമസോംസ് ആണ് ഒരു കുട്ടി. എൻവയൺമെൻറ്റ് എന്നാൽ മാതാപിതാക്കൾ ആ കൊച്ചു കുട്ടിക്ക് ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമാണ്. ഇവ രണ്ടും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുകൊണ്ടൊരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്ന ദമ്പതികളുടെ ചിന്ത, അവരുടെ വിചാരങ്ങൾ എല്ലാം ലോലവും സ്ഫുടവുമാകേണ്ടതുണ്ട്. അത്തരം ദമ്പതികൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ശുദ്ധ പ്രകൃതിയിലുള്ള സന്തുലിത മാനസികാവസ്ഥയുള്ള കുഞ്ഞുങ്ങളായിരിക്കും. പിറന്നു വീഴുന്ന കുഞ്ഞ് ഒരു ഉത്തമ വ്യക്തിയായി തീരുന്നത് അവൻ്റെ മാതാപിതാക്കൾ ഒരുക്കുന്ന ഉത്കൃഷ്ടമായ അന്തരീക്ഷത്തിലൂടെയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വളരാൻ ആവശ്യമായ നല്ലൊരു ആംബിയൻസ് നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. നോക്കൂ, നല്ല തേങ്ങ കായ്ക്കുന്ന ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വിത്ത് തേങ്ങ മുളപ്പിച്ച് നമ്മുടെ പുരയിടത്തിൽ വെച്ചാൽ ആ വെച്ചത് ഫലപുഷ്ടിയില്ലാത്ത മണ്ണിലാണെങ്കിൽ അതാകട്ടെ മറ്റൊരു വലിയ മരത്തിൻ്റെ തണലിൽ തീരെ സൂര്യപ്രകാശം കിട്ടാത്തയിടത്താണ്. അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുമില്ല. ആടുമാടുകളെ അലസമായി തുറന്നു വിട്ടിരിക്കുന്നു. എങ്കിൽ നമുക്ക് നല്ല വിള ലഭിക്കുമോ? നല്ല വിള പ്രതീക്ഷിക്കാമോ? ഒരിക്കലുമില്ല. കാരണം വിത്ത് മികച്ചതായിരുന്നെങ്കിലും അതിന് വളരാൻ ആവശ്യമായ പരിസ്ഥിതി ഉണ്ടായില്ല എന്നതാണ്. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നഖിദാ. നല്ല നാട്ടിൽ അതിലെ സസ്യങ്ങൾ അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടെ നന്നായി മുളച്ചു വരുന്നു. എന്നാൽ മോശമായ നാട്ടിൽ ശുഷ്കമായല്ലാതെ സസ്യങ്ങൾ മുളച്ചു വരുന്നില്ല. അപ്പോൾ വിത്ത് പോലെ പ്രധാനമാണ് സാഹചര്യവും. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ കാര്യവും ഇതിൽ നിന്നും വിഭിന്നമല്ല.